السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، وإنما توفون أجوركم يوم القيامة، فمن زحزح عن النار وأدخل الجنة فقد فاز، وما الحياة الدنيا إلا متاع الغرور. സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മനസ്സിലാക്കി അവക്കനുസരിച്ച് നമ്മുടെ ക്ഷണികമായ ഈ ജീവിതത്തെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടിക്കണക്കിൽ ജന്തുജാലങ്ങളുടെ കൂടെ വിശിഷ്ടമായ ഒരവസ്ഥയിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുതാനും വായിക്കാനും
ചിന്തിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള മനുഷ്യന് മാത്രമുള്ള കഴിവ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സുഖിക്കാനും ആസ്വദിക്കാനും സമയം കൊല്ലാനും എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുമുള്ള ഒരു ജീവിതമായി ഇതിനെ കാണരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ മനുഷ്യ സന്തതികളെ, ആദം സന്തതികളെ നാം ആദരിക്കുകയുണ്ടായി. അല്ലാഹു മനുഷ്യനെ ബഹുമാനിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കാൻ നാം അവന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, നല്ലത് ഭക്ഷിക്കാൻ നാം അവന് നൽകി. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ, നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ധാരാളം വസ്തുക്കളിൽ, ധാരാളം ജീവജാലങ്ങളിൽ നാം അവന് ശ്രേഷ്ഠതയും നൽകുകയുണ്ടായി. അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്ന, ആദരിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്തിന് ജീവിക്കണം? എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? ഒരു പരിഹാരം, ഒരു മറുപടി നമ്മൾ പറയാറുണ്ട്. എന്തിന് ഭക്ഷണം കഴിക്കുന്നു? എന്തിന് പള്ളിയിൽ വരുന്നു? എന്തിന് അങ്ങാടിയിൽ പോകുന്നു? എല്ലാറ്റിനും ഒരു മറുപടി പറയുന്നുവെങ്കിൽ എന്തിന് ജീവിക്കുന്നു? ജീവിക്കാൻ വേണ്ടി എന്ന് ബുദ്ധിയില്ലാത്തവർ മാത്രമേ പറയൂ. എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് സമ്പാദിക്കുന്നത്? ഈ ഭൂമിയിൽ പിറന്നുപോയില്ലേ, ഇവിടെ ഞാൻ ജനിച്ചു പോയില്ലേ എന്ന ഒരു നിസ്സാരമായ മറുപടിക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നീ നിസ്സാരമായ ഒരു ജലകണികയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനല്ലയോ? നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാകുന്ന ലക്ഷ്യത്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ്. നിനക്കൊരു മാതാവും ഒരു പിതാവുമുണ്ട്, നിനക്ക് ബന്ധുക്കളുണ്ട്, ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് കടമകളും എല്ലാമുള്ള സമൂഹത്തിൽ ഒരംഗമായി നീ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നിന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ആ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ മരണശേഷം മാത്രമേ ഉള്ളൂ. പക്ഷേ മദ്യപിക്കുകയും വിചാരത്തിൽ കഴിഞ്ഞുകൂടുകയും ലഹരി വസ്തുക്കളുമായി നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും കളവ് പറയുകയും എന്തും ഏതും ഇഷ്ടം പോലെ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ദുനിയാവിൽ നിന്നും ഞാൻ വിട്ടുപിരിഞ്ഞു പോവില്ലെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുടെ ലോകത്താണ് ഞാനും നിങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു ജീവിക്കണമെന്ന് അർത്ഥമില്ലാത്ത നാക്കാലികളെപ്പോലെ ജീവിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇത്തരം മനുഷ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വാചകം ഒന്ന് ആലോചിക്കുക. അവിശ്വസിച്ചിരിക്കുന്ന മനുഷ്യന്മാർ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത മനുഷ്യന്മാർ, പടച്ചതമ്പുരാനിൽ ബോധമില്ലാത്ത ആളുകൾ, അവരെന്താണ്? വല്ലദീന കഫറൂ യഅ്കുലൂന വയതമത്തഊൻ. അവിശ്വസിച്ചിരിക്കുന്ന മനുഷ്യന്മാർ, നിരീശ്വരവാദികളാകുന്ന ആളുകൾ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവർ, മരിച്ച ശേഷം വീണ്ടും ഒന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുമെന്ന് ബോധമില്ലാത്തവർ, നിയന്ത്രണമില്ലാതെ ഹക്കും ബാത്തിലും മനസ്സിലാവാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ അവർ സുഖലോലുപരായി ആഡംബരങ്ങളിൽ അവർ ഇങ്ങനെ വിഹരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. ഏതുപോലെ? വൽ അൻആമു യഅ്കുലു വയതമത്തഊ, നാക്കാലിയും ഇതുപോലെ തിന്നുകയും ഇതുപോലെ ഭോഗിക്കുകയും ചെയ്യുന്നുവല്ലോ. നാക്കാലിയുടെ ജീവിതത്തിന് വല്ല ലക്ഷ്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ. നാക്കാലി തോന്നും പോലെ ജീവിക്കുന്നു, തോന്നും പോലെ ഭോഗിക്കുന്നു. ഹക്കും ബാത്തിലും അതിനില്ല, നേരും നെറുകേടുമില്ലെങ്കിൽ ഇത്തരം മനുഷ്യന്മാരെ കൂട്ടത്തിൽ വിശ്വാസികളെ നിങ്ങളാരും പെട്ടുപോകരുതേ. നമ്മൾ വിചാരിക്കാതെ, ആലോചിക്കാതെ, ക്ഷണിക്കാതെ, വിളിച്ചു വരുത്താതെ ഒരു നാളിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അതെന്താണ്? മരണം എന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ അധികരിപ്പിക്കുകയും മരണത്തിന്റെ
എല്ലാ സുഖങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും തകർത്തിക്കളയുന്ന മരണത്തിന്റെ ചിന്തകൾ, ഓർമ്മകൾ നിങ്ങൾ അധികരിപ്പിക്കുകയും ഞാൻ മരിക്കുമെന്ന ചിന്ത ഞാൻ കൊണ്ടു നടക്കില്ല, എനിക്ക് മരണത്തെ ഭയമില്ല, ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചോട്ടെ, ഏതായാലും ജീവിച്ചവരൊക്കെ മരിക്കേണ്ടവരാണല്ലോ, മരിക്കുമെന്ന എന്റെ ചിന്തകൾ എന്റെ നാശമാണ്, എന്റെ നഷ്ടമാണ്, എന്റെ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും എന്റെ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കില്ലെന്ന് പറഞ്ഞവർ മുഴുവനും മ്ലാനമുഖവുമായി കഴിഞ്ഞുകൂടുന്നവരാണ്. അവർക്ക് ജീവിതത്തെ സംബന്ധിച്ച് അറിയാത്തവരാണ്. അവരുടെ മുഖങ്ങൾ കറുപ്പല്ലാതെ സന്തോഷമില്ല, അസ്വസ്ഥതയല്ലാതെ സ്വസ്ഥതയില്ല, ബേജാറില്ലാതെ സമാധാനമില്ല, കറുത്തിരുണ്ടു പോവലല്ലാതെ വെളുത്തിരുണ്ടു പോവലില്ല. എന്നാലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കണക്ക് കൂട്ടുന്നത് ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരി ആയാലും ബാല്യകാലത്ത് ജീവിക്കുന്നവനായാലും വാർദ്ധക്യത്തിൽ ജീവിക്കുന്നവനായാലും നാട്ടിലായാലും വിദേശത്തായാലും ബസ്സിലായാലും റോട്ടിലായാലും വീട്ടിലായാലും ഏത് സന്ദർഭത്തിലും എന്നെ സമീപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് എന്റെ മരണമെന്നവൻ വിചാരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മളെ കേൾപ്പിച്ചു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരൊറ്റ മനുഷ്യാത്മാവും ഒരൊറ്റ ആളും തന്നെയുമില്ല, ആരുമേ അറിയുകയില്ല താൻ എവിടെ വെച്ചുകൊണ്ടാണ് മരിച്ചു പോവുക എന്നത്. ഇവിടെ വെച്ചാണോ മരിക്കുക, വിദേശത്ത് വെച്ചാണോ മരിക്കുക, നാട്ടിൽ വെച്ചാണോ മരിക്കുക എന്നൊന്നും ആർക്കുമേ കണക്ക് കൂട്ടാൻ വയ്യ. പലരും പല മനക്കോട്ടകളും കണ്ടിരുന്നു. ഡോക്ടറെ സമീപിച്ചു, മനഃശാസ്ത്ര വിദഗ്ധരെ സമീപിച്ചു. ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ അഹോരാത്രം പരിശ്രമിച്ചു. നിസ്സാരമായി മനുഷ്യൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ശ്വസിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പിക വേണമെങ്കിലും ചെലവഴിച്ചുകൊണ്ട് ശ്വസിക്കാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിൽ അവൻ ഇന്ന സന്ദർഭത്തിൽ മരിക്കുമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരെ തന്നെയും സമീപിച്ചിട്ട് കാര്യമില്ല, അവൻ തീർച്ചയായും മരിക്കുന്നതാണ്. അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് കടന്നു വന്നവർ എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചും അള്ളാഹു പഠിപ്പിച്ചു. മുഹമ്മദ് നബിയെ, നിങ്ങളും മരിക്കുന്നതാണ്, എല്ലാവരും മരിക്കുന്നതാണ്. നിങ്ങളിവിടെ മരിച്ചുപോയിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാവരും ആരെങ്കിലും ബാക്കിയായി നിൽക്കുമോ? എല്ലാവർക്കും കടന്നു വരാനുള്ള, എല്ലാവരും സമീപിക്കുന്ന ഒരു വല്ലാത്ത കവാടം. അൽ മൗതു ബാബുൻ ഫകുല്ലു നാസി ദാഖിലു വലൈസ യദ്രി ബഅദ മൗതി മദ്ദാറു. മരണമെന്നത് ഒരു കവാടമാണ്, ഒരു വാതിലാണ്. എല്ലാ മനുഷ്യരും ആ വാതിലിലൂടെ കടന്നു വരും, ആർക്കുമേ രക്ഷയില്ല. പക്ഷേ എന്നാൽ മരണശേഷം ഏതു കവാടത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്നത് ഒരാൾക്കുമേ അറിയില്ല. നരകത്തിലേക്കാണോ പോവുക, സ്വർഗത്തിലേക്കാണോ പോവുക, എനിക്ക് പ്രതിഫലമാണോ ലഭിക്കുക, ശിക്ഷയാണോ ലഭിക്കുക എന്നത് ഒരൊറ്റ മനുഷ്യനും അറിയില്ല. പ്രപഞ്ചത്തിൽ നമ്മൾ ചങ്ങാതിമാരെ കാണുന്നു, നമ്മുടെ നാട്ടുകാരെ കാണുന്നു, നമ്മുടെ ബന്ധുമിത്രാദികളെ കാണുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കാണുന്നുവെങ്കിൽ നമ്മൾ കാണാത്ത ശക്തികൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ശക്തികൾ നമ്മുടെ കൂടെയുണ്ട്. അവർ അള്ളാഹു അയച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട കാവൽക്കാരാണ്. ആ കാവൽക്കാരെ കൂട്ടത്തിൽ ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും ثم إلى ربكم ترجعون. നബിയെ, താങ്കൾ പറഞ്ഞേക്കുക, യതവഫാകും മലകുൽ മൗത്ത്. മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ്, നിങ്ങൾ ആത്മാക്കളെ ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നതാണ്. അതിനുശേഷം ثم إلى ربكم ترجعون. പിന്നീട് നിങ്ങളെല്ലാവരും നിങ്ങളെ രക്ഷിതാവിലേക്ക് മടക്കപ്പെടേണ്ടുന്നവരുമാകുന്നു. മടക്കപ്പെടുക, തിരിച്ചു പോവുക എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലും ഹദീസ് ശരീഫിലും അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾ മരിച്ചാൽ, ആപത്തുകൾ സംഭവിച്ചാൽ വിശ്വാസികൾ ഇപ്രകാരം പറഞ്ഞേ മതിയാവൂ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതല്ല, ഞങ്ങളെ ഉപ്പാന്റെതല്ല, ഞങ്ങളെ ഉമ്മാന്റെതല്ല, നാട്ടിലെ കാരണവന്മാരുടേതോ നേതാക്കന്മാരുടേതോ അല്ല, ഞങ്ങളെല്ലാവരും അള്ളാഹുവിന്റേതാണ്. അള്ളാഹു വിളിച്ചപ്പോൾ അവർ പോയിരിക്കുകയാണ്. അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അപ്പൊ വന്നത് ഒരു വഴിയിൽ നിന്നാണ്,
ആ വഴി സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ വഴിയാണ്. അവനാണ് നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചപ്പോൾ, ചെറിയ കുട്ടി മരിച്ചപ്പോൾ, വേദന സഹിക്കവയ്യാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരെ മുമ്പിൽ സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാചകമായി കടന്നു വന്നത് ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരിക്കാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അട്ടഹസിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു, അക്ഷമ കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹു നൽകിയതും അള്ളാഹുവിന് കൊടുക്കാനുമൊക്കെയുള്ളത്. ഇല്ലാഹി അഖദ വലഹു മാ അഅതാ, കൊടുത്തതും വാങ്ങിയതുമൊക്കെയും അള്ളാഹ്ക്കാണ്. അതുകൊണ്ട് ക്ഷമിക്കട്ടെ, പ്രതിഫലം ആഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് മോഹവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഒരുപാട് വരകൾ വരച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം മനുഷ്യന്റെ മോഹങ്ങളാണ്, മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങൾ മുഴുവനും തകർത്തിക്കളയുന്ന, അതിന് നേരെ നെടുകയായ മറ്റൊരു രേഖയുണ്ട്, അത് മരണമാണെന്ന് പഠിപ്പിച്ചു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യാത്മാക്കളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. എല്ലാവരും മരിക്കും, ഭൂമിയിൽ ആരും ബാക്കിയാവുകയില്ല. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളൊക്കെ ജോലിയെടുക്കുന്നത്, പണിയെടുക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയാണെങ്കിൽ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിരിക്കുന്ന മനുഷ്യരെ, നിങ്ങൾക്കുള്ള പ്രതിഫലം എവിടെ നിന്നാണ്? കോടിക്കണക്കിന് ഉറുപ്പികകൾ, ആയിരക്കണക്കിന് ഉറുപ്പികകൾ സഹായമായി പാവങ്ങൾക്ക് നൽകിയവരുണ്ട്, ഒന്നും കൊടുക്കാത്തവരുണ്ട്, ദ്രോഹിച്ചവരുണ്ട്, അതുപോലെ കൊലപാതകികളുണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ ജീവിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ചവരുണ്ട്, അള്ളാഹുവിനെയും അവന് പുറമെയുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൂടിയവരുണ്ട്. എന്നാൽ നിങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം ഇവിടെ വെച്ചുകൊണ്ട് ആരെങ്കിലും തരാനൊരുങ്ങിയാൽ അത് തരാൻ കഴിയില്ല. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കപ്പെടുന്നത് അന്ത്യനാളിൽ മാത്രമാണ്. പരലോകത്ത് വെച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക്, മനുഷ്യന്റെ ചെയ്തികൾക്ക് കൂലി പൂർണ്ണമായി കിട്ടൂ. കുറച്ചൊക്കെ ഇവിടുന്ന് കിട്ടിയത് വരും, പൂച്ചണ്ട് കൊണ്ടുവന്ന് വെച്ചുവരും, അഭിവാദ്യങ്ങൾ ഉണ്ടാകും, മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും, അതുപോലെ പൊട്ടിക്കരച്ചിലുകൾ ഉണ്ടാവാം, സന്തോഷത്തിന്റെയും വ്യസനത്തിന്റെയും കണ്ണുനീര് പൊടിക്കിയെന്ന് വരാം. എന്നാലോ മനുഷ്യർക്ക് ലഭിക്കാതിരിക്കുന്ന പൂർണ്ണമായ പ്രതിഫലം فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ. അതാണ് പരമപ്രധാനമായ ജീവിതത്തിന്റെ ലക്ഷ്യം. ആരെങ്കിലും നരകത്തിൽ നിന്നും കുതറിമാറി രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ അവൻ വിജയിയാണ്. ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ലോക ജീവിതമെന്ന് പറഞ്ഞാൽ, ഐഹിക ജീവിതമെന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ തിരക്കല്ലാതെ മറ്റൊന്നുമേ അല്ല. അള്ളാഹുവിന്റെ പരലോക നാളിൽ വിജയം കൈവരിക്കൽ മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു. അവിടുന്ന് രക്ഷപ്പെടണം. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചല്ലോ. ഒരു മനുഷ്യന് അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയപ്പോൾ അവരിനുള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ പറഞ്ഞു, പടച്ചോനെ, എന്റെ മുമ്പിൽ എല്ലാവരും പോയല്ലോ, ഇനി ഞാൻ എവിടെയാണ് പോയിരിക്കുക? എല്ലാ സീറ്റിലും ആളുകൾ കയറിയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി എന്താണ്? നിനക്ക് എന്താണ് വേണ്ടത്? നീ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ മനോഹരമായ സ്ഥാനമാനങ്ങൾ, പ്രതിഫലങ്ങൾ നിനക്ക് ലഭ്യമാവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മനോഹരമാകുന്ന അവസ്ഥകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ലോകത്തിലെ ജീവിതത്തിലെ എത്രമാത്രം മനോഹരമായ പ്രതിഫലങ്ങൾ പരലോകത്തവന് നൽകാമെന്ന് മനുഷ്യനോട് പറഞ്ഞാലും വിധിയായ വിവരമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്നത്, അവൻ ആലോചിക്കുന്നത് ഈ ലോകത്ത് കണ്ടമാനം വാരിക്കോരി കൊണ്ടുപോകണമെന്നാണ്. കണ്ടമാനം വാരിക്കോരി കൊണ്ടുപോകണം. ലൗ കാന ലിബിനി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ.
സ്വർണത്താലുള്ള ഒരു താഴ്വരയാണ് മനുഷ്യനുണ്ട് എങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഒരു താഴ്വര കൂടി ഉണ്ടായെങ്കിൽ എന്നാണ്. വലൻ യംലഅഫാഹു ഇല്ല തുറാബ്, മനുഷ്യന്റെ വായു നിറക്കാൻ മണ്ണല്ലാതെ മറ്റൊന്നുമേ പരിഹാരമാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ അവന്റെ മനുഷ്യന്റെ അത്യാർത്തികൾ ഒടുങ്ങുകയാണ്. എന്നാൽ എന്തിനാ പേടിക്കുന്നത്? എന്തിനു പേടിക്കണം? വിശ്വാസികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമസ്കരിക്കുന്ന നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടേണ്ടതില്ല. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു ക്ഷണിക്കുന്നത് രക്ഷയുടെ വീട്ടിലേക്കാണ്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് പടച്ചവൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. മലക്കുകൾ അവൻ ആശീർവദിച്ചുകൊണ്ട് വാരിക്കോരിക്കൊണ്ടുപോകുന്നു. അവന് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവന് സന്തോഷിക്കാൻ ഇടവരുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളായി പോയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന വാചകം എന്താണ്? ലോകത്ത് രണ്ട് വിഭാഗം മനുഷ്യരെയുള്ളൂ. മരിച്ചുപോയി കഴിഞ്ഞിട്ട് പരലോകത്തിൽ ചെല്ലുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ വീണ്ടും വന്ന് ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വിഭാഗം മനുഷ്യന്മാർ മാത്രമായിരിക്കും. അവരാരാ? ഒന്ന് സാധാരണ നമ്മൾ കേൾക്കുന്ന പാപികളെ സംബന്ധിച്ചാണ്. സൂറത്തു സജദയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ. പാപികളായ മനുഷ്യന്മാർ നിനക്കവരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കുറ്റം ചെയ്തിരിക്കുന്ന മനുഷ്യന്മാർ കുറ്റം ചെറുതാദ്യം ചെയ്യും, പിന്നെ ഒന്നുകൂടെ ചെയ്യും, അവസാനം മനസ്സ് കറുത്തുപോകും. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ തല കുനിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തല പൊക്കാനോ റബ്ബിനെ നോക്കാനോ മറ്റുള്ളവരെങ്ങാനും കണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപമാനത്താൽ അവർക്കതിന് കഴിയാതെ തല താഴ്ത്തേക്ക് മാത്രം വെച്ചുകൊണ്ടവർ അള്ളാഹുവിനോട് താണുതേത് പറയുന്നു, അള്ളാഹുവേ ഞങ്ങൾ രക്ഷിക്കണേ, റബ്ബനാ അബ്സർനാ വസമിഅനാ, ഞങ്ങൾക്ക് കാഴ്ചയുള്ളവരായി ഞങ്ങൾ മാറിയിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അള്ളാഹുവേ ഞങ്ങളെ നീ മടക്കി പറഞ്ഞേക്കണമേ. ഇതേ രൂപത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മടക്കമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഭൂമിയിലേക്ക് മടങ്ങാൻ മറ്റൊരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്ന ആരാണെന്നറിയാമോ? ഷഹീദുകളാണ്. രക്തസാക്ഷികളായി മാറിയിരിക്കുന്ന ആളുകൾ അള്ളാഹുവോട് ആവശ്യപ്പെടുന്ന, പടച്ചവനെ ഞങ്ങളെ ഭൂമിയിലേക്ക് നീ ഒന്ന് പറഞ്ഞേക്കണേ, ഒന്നുകൂടെ ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കണേ. എന്തിനാണത്? അവരും ബാക്കിയുള്ള പാപികളായ മനുഷ്യന്മാരെ പോലെയാണോ? അല്ല. അവര് പറയുന്ന മറുപടി എന്താണ്? ഒന്നുകൂടി ഞങ്ങൾ നിന്റെ വഴിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ അവസാനം നിനക്ക് വേണ്ടി രക്തസാക്ഷികളാവുകയും ചെയ്യട്ടെ, എന്നിട്ട് ഈ പ്രതിഫലത്തിന്റെ മറ്റൊരു ഇനം, അതിന്റെ ഒരു ഇരട്ടി കൂടി ഞങ്ങൾക്ക് ലഭ്യമാവട്ടെ എന്നവർ പറയുമെന്നാണ്. അള്ളാഹുവിന്റെ വഴിയിൽ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന ആളുകളാകുന്നു അവരെന്ന് പരിഹസിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ സുഹദായിനെ സംബന്ധിച്ച് മുനാഫിക്കുകളും അവിശ്വാസികളും പറഞ്ഞു വരത്തിയപ്പോൾ അള്ളാഹു ആയത്തിറക്കി പഠിപ്പിച്ചു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അള്ളാഹുവിന്റെ വഴിയിൽ വധിക്കപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾ മരിച്ചവരെന്ന് നിങ്ങൾ വിചാരിക്കരുതേ, പക്ഷേ അവർ ജീവിക്കുന്നവരാണ്, അവർ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ഭക്ഷണവും ലഭിക്കപ്പെടുന്നു. അള്ളാഹു നൽകിയിരിക്കുന്ന അവന്റെ ഫളിൽ കൊണ്ട് അവർ അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ശ്രേഷ്ഠതയാൽ അവർ സന്തുഷ്ടരാണ്. അവരുമായി വന്നു ചേരാത്തവരെ സംബന്ധിച്ച് അവരിതാ സന്തുഷ്ടരാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നു. മിൻ ഖൽഫിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് പേടി വേണ്ട, നിങ്ങൾക്കും ഇതുപോലെ മനോഹരമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാണ്, നിങ്ങൾ ദുഃഖിക്കരുതേ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഹീദുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതായി കാണരുതേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടു പോയവർ മാത്രമല്ല ഷഹീദുകൾ, അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിച്ചിട്ട് അങ്ങനെ മരിച്ചുപോയവരും ഷഹീദാണ്.
വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ടുകൊണ്ട് മരിച്ചു പോകുന്നവരും ഷഹീദുകളാണ്. വയറിന്റെ അസുഖത്താൽ ഗർഭസ്ഥ അവസ്ഥയിൽ ഗർഭിണിയാകുന്ന അവസ്ഥയിൽ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ഉമ്മമാരും ഷഹീദുകളുടെ പക്കലാണ്, ഷഹീദുകളുടെ കൂട്ടത്തിലാണ് പെടുക. വലിയ രോഗമാകുന്ന പ്ലേഗ് പോലെയുള്ള മാരാരോഗങ്ങളാൽ മരിച്ചു പോകുന്നവരും ഷഹീദാണ്. ശുഹദാഇന്റെ പ്രതിഫലം നിങ്ങൾ കുറയ്ക്കരുതേ. ലോകത്ത് ഒരു വിഭാഗം മനുഷ്യന്മാർ ഈ കൂലി വാങ്ങാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിക്കാതെ പടച്ചതമ്പുരാൻ ആഗ്രഹിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ. നോക്കൂ നിങ്ങൾ, മരണം മുന്നിൽ കാണുമ്പോൾ ഞങ്ങളെ നീ അല്ലാഹുവേ ലേശം സമയം കൂടി തരൂ, ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ജീവിതത്തിൽ കൃത്യമായും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പടച്ചവൻ പഠിപ്പിച്ചു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളാരും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതേ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആണയിട്ടുകൊണ്ട് പഠിപ്പിക്കുന്നു. മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുതേ, അള്ളാഹുവിനെ കൃത്യമായും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. എപ്പോഴാ മരിക്കുക അത് പറയാനും കഴിയില്ല. അതിനർത്ഥം എല്ലാ സമയവും മരിക്കാൻ റെഡിയായി കാത്തിരിക്കണം. ഒരു മനുഷ്യൻ തമാശയായി വല്ലാത്തൊരു ഗൗരവത്തിന്റെ വാക്ക് പറഞ്ഞു, ഞാനെമ്പാടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവനാണ്, ഈ ഒരു തിന്മ കിടക്കട്ടെ ഞാൻ ചെയ്യട്ടെ എന്നവൻ തിന്മയെ സംബന്ധിച്ച് നിസ്സാരമായി പറഞ്ഞു. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ പിടിക്കപ്പെടുമോ എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ജീവിച്ചാൽ അവന്റെ മനസ്സിന് അള്ളാഹു വ്യക്തമായി കാണുന്നു. ഇല്ല, ഞാൻ സമാധാനത്താൽ കഴിയുന്നു, എനിക്കൊരാപത്തും വരില്ലെന്ന് സമാധാനത്താൽ മൂഢനായി കഴിഞ്ഞുകൂടിയാൽ അവനൊരു പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിക്കപ്പെട്ടേക്കാം. യുവാവായ ഒരു മനുഷ്യനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് സന്ദർഭമായിരുന്നു. നബി അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ തജിദുക, എങ്ങനെയാണോ നീ നിന്നെ കാണുന്നത്? അവൻ പറഞ്ഞു, ഇന്നി ലാ അർജുല്ലാഹ് വഅഖാഫു ദുനൂബി, ഞാൻ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുകയാണ്, പടച്ചതമ്പുരാന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് മോഹമുണ്ട്, ഞാൻ അല്ലാഹുവിനെ വിചാരിക്കുകയാണ്. ഇത് മാത്രമല്ല, എന്റെ തിന്മകളെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യജ്തമിഅനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ, ഇതുപോലൊരു ഘട്ടം വരുമ്പോൾ ഈ രണ്ട് ഗുണങ്ങളും സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടുകയില്ല. ഇല്ലാ അതാഹുല്ലാഹു മാ യർജു, അവനെന്താണ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അത് അല്ലാഹു കൊടുക്കാതെ, വഅമിനഹു മിമ്മാ യഖാഫ്, എന്തിനെ പറ്റിയാണോ അവൻ പേടിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും അള്ളാഹു നിർഭയവും നൽകാതെ, രണ്ടും അള്ളാഹു കൊടുക്കുന്നതാണ്. ആലോചിക്കുക, മരണം ഇങ്ങനെ കാണുമ്പോ പടച്ചോനെ നീ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അല്ലാഹുവേ നിന്റെ തുണയുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്റെ തിന്മകളാണെങ്കിലോ ഞാൻ ഭീതിയോടെ കാണുന്നു എന്ന് ഓരോ സത്യവിശ്വാസിയും വിചാരിക്കണം. ഏത് സന്ദർഭം വന്നാലും സത്യവിശ്വാസിക്ക് ഗുണകരമാണല്ലോ. എപ്പോഴും ഗുണകരമാകുമ്പോൾ അള്ളാഹു പഠിപ്പിച്ചു, മരണത്തിന്റെ സന്ദർഭം വരുമ്പോൾ നിങ്ങളൊക്കെ ചുറ്റും കൂടിക്കൊണ്ട് ആരാണ് രക്ഷിക്കയെന്ന് പറഞ്ഞാലും മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് നമ്മളായിരിക്കും, നിങ്ങൾക്കാർക്കും എന്നെ കാണാൻ കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വ്യക്തമായ നീക്കുപോക്കുകളില്ലാത്ത കറകളഞ്ഞിരിക്കുന്ന ബോധമുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ ഈ ഒരു വികാരമുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൽ പങ്കുവെക്കുകയും അള്ളാഹുവല്ലാത്ത ഔലിയാവും ശുഹദാവും അംബിയാവും സാലിഹുമൊക്കെയും എനിക്ക് ബർക്കത്തും പുണ്യവും തരുമെന്നും എന്നെ രക്ഷിക്കുമെന്നും വിചാരിക്കുന്ന കയ്യിൽ, കഴുത്തിൽ, അരയിൽ, വസ്ത്രത്തിൽ നൂലും ചരടും മൈക്കല്ലും മുറൂസുമായി മന്ത്രചരടുമായി നടക്കുന്ന, ചാറവും മുറൂസും ഏർപ്പാടുമായി നടക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്ത, അവന്റെ പുണ്യം ബർക്കത്ത് മാത്രം ആഗ്രഹിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ഇബ്ലീസായിരിക്കും കൂട്ടിനുണ്ടാവുക. ഇബ്ലീസ് പറയും, മനുഷ്യ നിന്റെ രക്ഷയ്ക്ക് ഞാനുണ്ട്, പക്ഷേ അവൻ യഥാർത്ഥ രൂപം കാണാൻ കഴിയുകയാണ്, ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് ബോധ്യമാവുകയാണ്, നരകാവകാശി ഉറപ്പിക്കും ഞാൻ നരകത്തിലാണ്. സ്വർഗാവകാശിയാകുന്ന മനുഷ്യരെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ തന്നെ ത്വയ്യിബീൻ,
നല്ല രൂപത്തിൽ മലക്കുകൾ കടന്നു വരികയും സലാമുൻ അലൈക്കും തുബ്തും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾ നല്ലവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ അവരെ മരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസത്തോടുകൂടിയുള്ള മരണം അത് സാധ്യമാവണം. പലപ്പോഴും പല മയ്യത്തും കണ്ടവരാണ് നമ്മൾ. എന്തൊരു സുമുഖൻ, ആ പുഞ്ചിരിപ്പോഴും മുഖത്തുണ്ടോ, എന്തുമാത്രം പ്രശോഭിതമായ മുഖമെന്ന് നമ്മളെ മനസ്സ് മന്ത്രിക്കുന്ന എത്ര നല്ല മരണങ്ങൾ. മരണസമയത്ത് പുഞ്ചിരൂകിക്കൊണ്ട് മരിക്കാൻ കഴിയുന്ന ഒരു വല്ലാത്ത സന്ദർഭം അത് വിശ്വാസിക്ക് മാത്രമാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, പടച്ച തമ്പുരാന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ബിദ്അത്തുകൾ ചെയ്യാതെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് ഇത് ലഭ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അത്തരക്കാരായ നല്ലവരായ മനുഷ്യന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തിരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك محمد أشرف المرسلين وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ വലിയ അത്ഭുതകരമായ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും, എല്ലാ ഗോളങ്ങളും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് വേണ്ടിയാണ്. സൂര്യൻ ഉദിക്കുന്നതും ഭൂമി കറങ്ങുന്നതും പൂനില ഉദിക്കുന്നതും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതും കിളികൾ മനോഹരമായി ശബ്ദിക്കുന്നതും കളകളാരവും ഇടക്കിക്കൊണ്ട് അരുവികൾ ഒഴുകുന്നതും നല്ല മനോഹരമായ പച്ചപ്പ് സമ്മാനിച്ചുകൊണ്ട് ധാരാളം വൃക്ഷങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടതും ചുവന്ന തുടുത്ത കളറുള്ള പൂക്കൾ ഇവിടെ വിധാനിക്കപ്പെട്ടതും എല്ലാം നമ്മൾക്ക് വേണ്ടിയാണ്. സൂറത്ത് ഫുർഖാനിൽ ഈ പ്രതിഭാസത്തെ സംബന്ധിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, കവികൾക്ക് കവിതകൾ എഴുതാൻ, നോവലിസ്റ്റുകൾക്ക് നോവലുകൾ എഴുതാൻ പുഴയുടെ തീരത്തിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യകാരന് കഥയും നോവലുകൾ എഴുതാൻ വേണ്ടിയുള്ളത് അല്ല എന്നാണ്. മലകൾ, പുഴയോരങ്ങൾ, കടൽ തീരങ്ങൾ, മണൽപ്പുറങ്ങൾ തുടങ്ങി പ്രാസപ്പിച്ചുകൊണ്ട് കഥയും കവിതയും ഉണ്ടാക്കുന്ന, അതിൽ മാത്രം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. സൂര്യൻ ഉദിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ചോ? സൂര്യൻ അസ്തമിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ചോ? തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. തബാറകല്ലദീ, ഒരുത്തനാണ് ബർക്കത്തുകൾക്കുടയവൻ, അവന്റെ പക്കലാണ് ബർക്കത്തുകൾക്ക് നിങ്ങൾ സമീപിക്കാവൂ. ആരാണവൻ? الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. ആകാശത്തിലൂടെ ഒരുപാട് സഞ്ചാരപഥങ്ങൾ അവനുണ്ടാക്കി വെച്ചു. അവൻ കത്തിജ്വലിക്കുന്ന സൂര്യനെയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയെയും ചന്ദ്രനെയും അവൻ വിധാനിച്ചു വച്ചിരിക്കുന്നു. ഇതെന്തിനാ? ബാക്കി കൂടി വായിച്ചാലോചിക്കണം. അവൻ പഠിപ്പിച്ചത് സിറാജം വഖമറൻ മുനീറാ وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. രാവും പകലും മാറി മാറി വരുന്ന അവസ്ഥയിൽ അവനിവിടെ സംവിധാനിച്ചു വച്ചിരിക്കുന്നത് ലിമൻ അറാദ അൻ യذكر, ആരാണോ ചിന്തിക്കുകയും ഉച്ചാലോചിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ലിമൻ അറാദ അൻ യذكر أو أراد شكورا. അല്ലെങ്കിൽ രക്ഷിതാവിന് നന്ദി കാണിക്കാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടിയാണ്. രണ്ട് ലക്ഷ്യങ്ങളെ ആകുന്നു ഈ പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ളൂ. പടച്ച തമ്പുരാനെ ആലോചിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുക, എന്നിട്ട് അവന് നന്ദി കാണിക്കുക. അതിനാണ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത്, അതിനുവേണ്ടിയാണ് എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നത്, അതിനുവേണ്ടിയാണ് പൂനിലാവുള്ളത്.
ചന്ദ്രന്റെ വ്യത്യസ്തമാകുന്ന രൂപങ്ങളുള്ളത്. അവന് വേണ്ടി ശുക്ർ ചെയ്യാനാകുന്നു അള്ളാഹു എല്ലാം വെച്ചത്. പക്ഷേ പൊട്ടനായ വിഡ്ഢിയായ മനുഷ്യൻ സമയം പോകാൻ വേണ്ടി, ടൈം പാസിന് വേണ്ടി അവൻ എന്തൊക്കെയോ ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസം, ഇന്ന് അവധിയുള്ള ദിവസം, ഇന്നലെ രാത്രി മുതലേ മനുഷ്യൻ ആരംഭിച്ചു ആഹ്ലാദിക്കാൻ. ഇന്നലെ അവൻ മനസ്സിൽ പ്ലാനിടുകയാണ്, ബുധനാഴ്ച രാത്രി തന്നെ തുടങ്ങും, നാളത്തെ പണി കൂടെ കഴിഞ്ഞാൽ ഞാനൊരു ദിവസം പൂർണ്ണമായി വിശ്രമത്തിലാണ്, പൂർണ്ണമായി ആശ്വാസത്തിലാണ്. ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് ചെയ്യണം, ഒരുപാട് ചങ്ങാതിമാരുമായി എനിക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കണം. ആ ഫ്രണ്ടുകൾ ബോയ് ആവാം, ഗേളാവാം, അതല്ലെങ്കിൽ എനിക്ക് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഒരുപാട് ആളുകളുമായി സംസാരത്തിൽ ഏർപ്പെടണം. എങ്ങനെ മറ്റവനെ പറ്റിക്കും, എങ്ങനെ കച്ചവടത്തിൽ വലിയ കൊള്ളലാഭം ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെയാണ് അനർഹമായ രൂപത്തിൽ പണം സമ്പാദിക്കാൻ കഴിയുക, എല്ലാം തീരുമാനിക്കാൻ വെക്കുന്ന ദിവസം. താൻ ഇഷ്ടപ്പെടുന്ന സീരിയലുകളും വേണ്ടാത്ത സിനിമകളും കാണാൻ വേണ്ടി മെനക്കെടുത്ത ദിവസവും വെള്ളിയാഴ്ചയായിരിക്കാം പലർക്കും. എന്നാൽ അല്ലാഹു പഠിപ്പിച്ചു, മനുഷ്യന്റെ ആരോഗ്യം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഒഴിവു സമയം. ഈ ഒഴിവു സമയവും നിങ്ങൾ സൂക്ഷിക്കണം. ഒഴിവു സമയം കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി ബോധമുണ്ടാവുക എന്നതുപോലെ മനുഷ്യന്റെ ആരോഗ്യവും നശിക്കുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. അതുകൊണ്ട് സമയം നഷ്ടപ്പെടരുതേ. പ്രഭാതത്തിലായാൽ അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ. സത്യവിശ്വാസിയായ മനുഷ്യൻ അവന്റെ നാവുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കണം. അല്ലാഹുവേ, നീ കാരണമായിട്ടാണ് ഞങ്ങൾ പ്രഭാതത്തിലായത്, നീ കാരണമായിട്ടാണ് അല്ലാഹുവേ ഞങ്ങൾ വൈകുന്നേരത്തിലുമായത്, നിന്നെക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നിന്നെക്കൊണ്ടാണ് ഞങ്ങൾ മരിക്കുന്നത്, നിന്നിലേക്കാകുന്നു ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്നത്. അല്ലാഹുവിനോട് സമ്മതിക്കണം. നമ്മൾ ദിക്ർ ചെയ്യും. എങ്ങനെ ദിക്ർ ഹൽക്കയുണ്ടാക്കി അർത്ഥമറിയാതെ വാശിക്കും വീറിനും ബഹളത്തിനും വേണ്ടി ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള എന്തോ ചില ജാടകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അല്ലാഹുവിനെ രഹസ്യമായും പരസ്യമായും ഇരുന്നും കിടന്നും നിന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യന്മാർ മറ്റൊന്നുമേ ആലോചിക്കാത്തവരാണ്, റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കും, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. പടച്ചോനെ, എന്റെ ബിസിനസ് എന്താകും എന്ന ബേജാറിൽ പുറത്തിറങ്ങുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ പേര് പറയാതെ മറ്റെന്തിലോ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ ഇബ്ലീസ് സന്തോഷിക്കോത്രേ. എന്നാൽ അല്ലാഹുവേ, നിന്റെ പേരിലാണ് ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത്, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിന്നിൽ ഞാൻ അർപ്പിച്ചിരിക്കുന്നു, രക്ഷയും ശക്തിയും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ലല്ലോ. ഇത് പ്രാർത്ഥിച്ചാൽ പിശാചുക്കൾ തോറ്റു മടങ്ങുകയും അവനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു. എന്തുമാത്രം വലിയ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാനിരിക്കുന്നു. എത്രയോ ദിക്റുകൾ, എത്രയോ ദുആകൾ നമുക്ക് ചൊല്ലാൻ വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ്. ആ സ്വലാത്തും മാന്യമായ പ്രാർത്ഥനയാണ്. അതിൽ മനുഷ്യന്മാരെ പിരിവെടുത്തുകൊണ്ട് ആളുകൾക്കിടയിൽ എടുക്കുന്ന യാചനയുടെ പരിപാടിയില്ല. മാന്യമാകുന്ന പ്രാർത്ഥനയാണ്. ഒരു ദിവസത്തിൽ വൈകുന്നേരവും രാവിലെയും അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ്. നമുക്കിപ്പോ ഒരു ദിക്റും ആവില്ല, സ്വലാത്തും ആവില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും. അവൻ പറയും, പടച്ചോനെ, ഞാനെങ്ങാനും ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഇന്നാലിന്ന മനുഷ്യനെ കൂടെ കൂട്ടായിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നേനെ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്നവൻ കാണുന്നതാണ്. അതുകൊണ്ട് കൃത്യമായും ഇബാദത്ത് എടുക്കുക. നമസ്കാര സമയം വന്നാൽ ഉടൻ നമസ്കരിക്കുക. ബിസിനസ് അല്ലേ, ഏർപ്പാടല്ലേ, ഗൾഫല്ലേ, അതല്ലേ നടക്കൂ. വിദേശമല്ലേ, കമ്പനിയല്ലേ, ചങ്ങാതിയല്ലേ, അതല്ലേ നടക്കൂ. തുടങ്ങിയിരിക്കുന്ന ന്യായങ്ങളെമ്പാടും നമ്മൾ അല്ലാഹുവോടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം.
എത്രമാത്രം ന്യായങ്ങളൊക്കെ പറഞ്ഞാലും മനുഷ്യൻ കാര്യങ്ങളെ സംബന്ധിച്ച് അവനതിനർഹനാണോ എന്ന് സ്വയം ഒരു വിചാരണ നടത്തുക. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എത്രയോ മനുഷ്യന്മാർ ഹിദായത്തിൽ വരാതെ ജീവിക്കുന്നു. അവർക്ക് വെള്ളിവെളിച്ചം നൽകാൻ ഞാൻ എന്റെ കടമയായി ഞാൻ എന്തു ചെയ്തു? ഞാനൊരു കാസറ്റ് നൽകിയോ? ഞാനൊന്ന് ആളുകളെ ക്ഷണിച്ചോ? നന്മയിലേക്ക് വരാൻ ഞാനൊന്ന് ശ്രമിച്ചോ? എത്ര ദിവസം നാം പാഴാക്കി, എത്ര ഒഴിവ് സമയം നാം പാഴാക്കി, അല്ലാഹുവിന് നാം ഇബാദത്തെടുത്തോ? തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിചിന്തനമായി നാം കൊണ്ടുവരിക, പുറകോട്ട് ചിന്തിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹാസിബു, നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ വിചാരണ ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്തെല്ലാം ചെയ്യാതെ ബാക്കി വെച്ചു? അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖറത്. ഓരോ മനുഷ്യരും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നവയും ചെയ്യാതെ ബാക്കി വെച്ചവയും അന്നേരം ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ വിചാരണ ചെയ്യുകയും നിങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പായി. അത് വല്ലാത്തൊരു ലോകമായിരിക്കും. പ്രതിബന്ധങ്ങൾ പറയാൻ പറ്റാത്ത, സംസാരശേഷി അള്ളാഹു നൽകാത്ത, ന്യായങ്ങൾ പറയാൻ പറ്റാത്ത, കളവുകൾ ബോധിപ്പിക്കാൻ കഴിയാത്ത, എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുന്ന ഒരു വല്ലാത്ത നാൾ. അവിടെ രക്ഷപ്രാപിക്കാൻ ആർക്കുമേ കഴിയില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിക്കുക, ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുക, എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് അർപ്പിക്കുക, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി അഹോരാത്രം യാചിക്കുക, പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസത്തിൽ 100 പ്രാവശ്യം അള്ളാഹുവോട് തൗബ ചെയ്തു മടങ്ങിയെങ്കിൽ പടച്ചവനെ എന്റെ തിന്മ നീ പൊറുക്കണേ എന്ന തൗബക്ക് വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഓരോ ആളുകളും തയ്യാറായാൽ അവൻ വിനയാന്വിതരായി. വിനയമുള്ള നല്ലവരായ മനുഷ്യന്മാർക്ക് അഹങ്കാരമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ നരകം സ്പർശിക്കുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവരായ വിശ്വാസികളായ അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നല്ല കർമ്മങ്ങൾ എല്ലാം പൂവടിയാനും സൽക്കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കപ്പെടാനും മഹത്തായ തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും മരിച്ചുപോയിരിക്കുന്ന നമ്മുടെ പൂർവികരായ ഉമ്മമാർ, ഉപ്പമാർ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ, അയൽപ്പക്കക്കാർ, പണ്ഡിതന്മാർ തുടങ്ങിയ വിശ്വാസികളായ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اغفر للذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.